വെൽക്കം ടു വൺസ് കോച്ചിങ് സെന്റർ. അപ്പോൾ ഇന്ന് നമ്മൾ KTUവിൻ്റെ 2019 റിവിഷനുള്ള എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിൻ്റെ മൊഡ്യൂൾ 3യുടെ പാർട്ട് ബി ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് എയിലെ എല്ലാ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ പാർട്ട് ബിയിലുള്ള മൊഡ്യൂൾ 1ഉം 2ഉം കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ. സോ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് എന്തൊക്കെ ടോപ്പിക്സ്, മൊഡ്യൂൾ 2 എവിടെ വരെ നിന്നിരുന്നു? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനെ ബേസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിരുന്നു അല്ലേ. സോ അപ്പോൾ തീർച്ചയായിട്ടും മൊഡ്യൂൾ 3യിലുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലുമാണ് എന്തിൽ വരുന്നത്, മെയിൻലി മൊഡ്യൂൾ 3ന്റെ ആപ്ലിക്കേഷൻ ലെവലായിട്ട് വരുന്നത് അല്ലേ. സോ മൊഡ്യൂൾ 2ലെ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിച്ചവർക്ക് നമ്മൾ കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മൊഡ്യൂൾ 3ലെ പോർഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതേപോലെ തെർമൽ റിസർവോയേഴ്സ്, ഹീറ്റ് എഞ്ചിൻ, ഹീറ്റ് പമ്പ്, കെൽവിൻ പ്ലാന്റ് സ്റ്റേറ്റ്മെന്റ്, ക്ലോഷി സ്റ്റേറ്റ്മെന്റ്, ഇക്വലൻസ് ഓഫ് ടു സ്റ്റേറ്റ്മെന്റ്സ്, റിവേഴ്സിബിലിറ്റി, ഇറിവേഴ്സിബിലിറ്റി പ്രോസസ്, ദ കോസസ് ഓഫ് ഇറിവേഴ്സിബിലിറ്റി, പെർപെച്വൽ മോഷൻ മെഷീൻ 2, കാർനോട്ട് തിയറം ആൻഡ് ഇറ്റ്സ് കൊളോറലൈസ്, അതുപോലെ തന്നെ ആബ്സല്യൂട്ട് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ സ്കെയിൽ, ക്ലോഷീസ് ഇനീക്വാളിറ്റി, എൻട്രോപ്പി ചേഞ്ചസ് ഇൻ വേരിയസ് തെർമോഡൈനാമിക് പ്രോസസ്, principle of increase of entropy and application, entropy generation, entropy and disorder, reversible adiabatic process, isentropy process, third law of thermodynamics, available energy, availability and irreversibility, second law efficiency. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി എന്തിൽ വരുന്നത്, മൊഡ്യൂൾ 3യിൽ വരുന്നത്. ഈ ഒരു ടോപ്പിക്കിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും ഡീറ്റെയിലൈസ്ഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്, ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ടും സെക്കൻഡ് ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ വരുമ്പോൾ ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പ്. ഓക്കെ, മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പർ പഴയ സ്കീമുകളും ഈ 2019 സ്കീമുകളും എല്ലാം ഒന്ന് നമ്മൾ അരിച്ചു പറക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം, സെക്കൻഡ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നമ്മൾ പാർട്ട് എയിൽ കണ്ടായിരുന്നു അല്ലേ. അതേപോലെ തന്നെ റിവേഴ്സിബിലിറ്റി കണ്ടീഷനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. വലിയ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് സെക്കൻഡ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും അതേപോലെ അതിൻ്റെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റും ഡെറിവേഷനും ഉണ്ടാകും. പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ളത് സെക്കൻഡ് ലോൻ്റെ ഹീറ്റ് എഞ്ചിൻ, ഹീറ്റ് പമ്പ്, റെഫ്രിജറേറ്റർ. ഇനി ഇൻഡിവിജ്വലായിട്ട് ചോദിക്കാം, അതിൻ്റെ കോമ്പിനേഷനായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് എൻട്രോപ്പിയാണ്. കാരണം സെക്കൻഡ് ലോൻ്റെ ഔട്ട്പുട്ടാണ് അല്ലേ. സെക്കൻഡ് ലോ നമ്മൾ തരുന്നത് എന്താ, എൻട്രോപ്പി കൺസെപ്റ്റിനെ കുറിച്ചാണ്. സോ എൻട്രോപ്പി എന്താണ്, ക്ലോഷീസ് ഇനീക്വാളിറ്റി എന്ന് പറയുന്ന ഒരു റീജിയൻ, അവൈലബിലിറ്റിയുടെ പ്രോബ്ലംസ്, അത്രയും ആ ഏരിയ എൻട്രോപ്പിയുടെ പ്രോബ്ലംസ് ചോദിക്കാം. ഈ രണ്ട് സെഷൻ മെയിൻലി സെക്കൻഡ് ലോ ആൻഡ് എൻട്രോപ്പിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മൊഡ്യൂൾ 3യിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂലൈ 2021 റിവിഷൻ 2019 സ്കീമിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനകത്ത് മൊഡ്യൂൾ 3യിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അത് പ്രോബ്ലം ആണോ കൂടുതൽ ചോദിച്ചേക്കുന്നത്, അതോ ഡെറിവേഷൻ ആണോ നമുക്ക് നോക്കാം അല്ലേ. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 3യിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 3യിൽ ചോദിച്ചത് ഒന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ ആണ്, 2 സെറ്റ് ഫുൾ ക്വസ്റ്റ്യൻ ആണ്. 15A and B, 16A and B. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഫുൾ ക്വസ്റ്റ്യൻ എഴുതാം. ഏതായാലും മൊത്തം ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കുക. ഏതാണ് നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി ഓർമ്മയുള്ളത്, എളുപ്പത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, അത് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഇവിടെ നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്യും, രണ്ടിൻ്റെയും വെയിറ്റേജ് എങ്ങനെയാണെന്ന് പറയും. ഈക്വൽ വെയിറ്റേജിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിറൈവ് ദ ക്ലോഷീസ് ഇനീക്വാളിറ്റി ആൻഡ് എക്സ്പ്ലെയിൻ ദ ക്രൈറ്റീരിയ വിത്ത് റെസ്പെക്ട് ടു സൈക്ലിക് പ്രോസസ് ആണ്. ക്ലോഷീസ് ഇനീക്വാളിറ്റി സംതിങ് റിലേറ്റഡ് വിത്ത് എൻട്രോപ്പി കൺസെപ്റ്റ് ആണ്. എൻട്രോപ്പിയുമായിട്ട് അല്ലേ ക്ലോഷീസ് ഇനീക്വാളിറ്റി ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എക്സ്പ്ലെയിൻ ദ ക്രൈറ്റീരിയ വിത്ത് റെസ്പെക്ട് ടു സൈക്ലിക് പ്രോസസ്. അതായത് ഈ ക്ലോഷീസ് ഇനീക്വാളിറ്റിയുടെ എന്താണ് സിഗ്നിഫിക്കൻസ് എന്താണ്, അത് ഏത് കണ്ടീഷൻസിലാണ്, സൈക്ലിക് പ്രോസസ് എങ്ങനെയാണത്, പ്രോസസ്സ് പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ള കാര്യവും ഒരു മെൻഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അഥവാ ചോദിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒന്ന് എഴുതണം, നിർബന്ധമാണ് കേട്ടോ. അടുത്ത ചോദിച്ചിരിക്കുന്നത് ഹീറ്റ് പമ്പ് വർക്ക് വിത്ത് കാർനോട്ട് സൈക്കിൾ ടേക്സ് പ്ലേസ് ഹീറ്റ് ഫ്രം എ റിസർവർ 10 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡെലിവേഴ്സ് ഹീറ്റ് ടു റിസർവർ ഓഫ് 80 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ തീർച്ചയായിട്ടും ചോദിച്ചിരിക്കുന്നത് ഇന്നത്തെ ഹീറ്റ് പമ്പും അതിനെ ഡ്രൈവ് ചെയ്തൊരു ഹീറ്റ് എഞ്ചിനും പറയുന്നുണ്ട്. അപ്പം ഒരു ഹീറ്റ് പമ്പ്, ഹീറ്റ് എഞ്ചിൻ്റെ പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് വായിക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, എഞ്ചിൻ്റെയും ഹീറ്റ് പമ്പിൻ്റെയും ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ സെക്കൻഡ് ലോൻ്റെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തൊരു പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നത്. അത് 7 മാർക്കാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അതാണ് ആദ്യത്തെ 2 സെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഒരു തിയറി ക്വസ്റ്റിനും ഒരു പ്രോബ്ലമാറ്റിക് 50-50% ഉള്ള ഒരു തിയറി ക്വസ്റ്റിനും ഒരു പെർസെൻറ്റേജ് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റൻ ആയിട്ട് തന്നെയാണ് അത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണത്. അടുത്ത നമുക്ക് നോക്കാം. 16A നോക്കുവാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ മിക്സിംഗ് ഓഫ് 2 ഫ്ലൂയിഡ്സ് വിത്ത് റെസ്പെക്ട് ടു എൻട്രോപ്പി പ്രിൻസിപ്പിൾ. അപ്പം എൻട്രോപ്പി കൺസെപ്റ്റ് തന്നെ പിന്നെയും ചോദിച്ചിട്ടുണ്ട്. തിയറി ചോദിച്ചിരിക്കുന്ന റീജിയൻ എൻട്രോപ്പി എന്നാണ് കേട്ടോ. അപ്പോൾ എൻട്രോപ്പി പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. എൻട്രോപ്പി പ്രിൻസിപ്പിൾ വെച്ച് മിക്സിംഗ് ഓഫ് അഡയാബാറ്റിക് മിക്സിംഗ് എങ്ങനെയാണ്, നമുക്ക് അങ്ങനെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. എൻട്രോപ്പി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അഡയാബാറ്റിക് പ്രിൻസിപ്പിളിൻ്റെ എക്സ്പ്ലനേഷൻസ് കൊടുക്കാം. അതിൻ്റെ ഒരു ഷോർട്ട് ഡെറിവേഷൻസ് എഴുതാനായിട്ടൊന്നുമില്ല. ആ മിക്സ് ചെയ്യുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ വേരിയേഷൻസ്, എൻട്രോപ്പി വേരിയേഷൻസ്, എൻട്രോപ്പി ചേഞ്ച് ഇൻ യൂണിവേഴ്സ്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളൊരു ഷോർട്ട് ഡെറിവേഷൻ തന്നെയാണ് അവരവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്.
പിന്നെ ചോദിച്ചിരിക്കുന്ന കാൽക്കുലേറ്റ് ഡിക്രീസ് ഇൻ അവൈലബിൾ എനർജി, ഒരു പ്രോബ്ലമാണ്, അവൈലബിൾ എനർജിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, വളരെ സിമ്പിൾ പ്രോബ്ലമാണ്, ഒറ്റ ഇക്വേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ ഫസ്റ്റ് സെറ്റ് ചെയ്ത പ്രോബ്ലത്തിന് അത്രയില്ല. ചിലവർക്ക് അവൈലബിൾ എനർജി എന്ന കൺസെപ്റ്റിലെ പ്രോബ്ലംസിൻ്റെ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പ്രോബ്ലം വളരെ സിമ്പിൾ ആയിരിക്കും. ആ ഇക്വേഷൻസിൻ്റെ ഒരു ഏത് അവിടെ അപ്ലൈ ചെയ്യണമെന്നൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് രണ്ടും ഒന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത്. രണ്ടും ഒരേ ഈക്വൽ, എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഒരു ഈക്വൽ വെയിറ്റേജ് ഉള്ള ഒരു പ്രോബ്ലം ആണ്. പക്ഷേ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്തിരി ഒരു സ്റ്റെപ്പ് ഒന്ന് വൺ ബൈ വൺ ചെയ്ത് വരേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതുള്ള എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എൻ്റെ ഒരു ഊഹത്തിൽ പറയുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ 3 ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ഡിസ്കഷനിലേക്ക് കടക്കാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷനിലേക്ക് കടക്കാം. അതൊരു ഡെറിവേഷൻ ആണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡിറൈവ് ക്ലോഷീസ് ഇനീക്വാളിറ്റി ആൻഡ് എക്സ്പ്ലെയിൻ ദ ക്രൈറ്റീരിയ വിത്ത് റെസ്പെക്ട് ടു എന്താണ് സൈക്ലിക് പ്രോസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലോഷീസ് ഇനീക്വാളിറ്റി നമുക്ക് ഡിറൈവ് ചെയ്യണമെങ്കിൽ അല്ലേ, ക്ലോഷീസ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ബൈ ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് എന്താണ്? സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് സൈക്ലിക് പ്രോസസ്, ഒരു റിവേഴ്സിബിൾ പ്രോസസിൻ്റെ കേസിനകത്ത് സൈക്ലിക് പ്രോസസിൻ്റെ കേസിനെ ബേസ് ചെയ്ത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എൻട്രോപ്പി ചേഞ്ച് അല്ലെ, എൻട്രോപ്പി വേരിയേഷൻസ് എങ്ങനെയാണ് അല്ലേ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കൺസിഡർ ചെയ്യാം, ഇത് ഡ്രൈവ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു എന്താ പറയുക, ഒരു റിവേഴ്സിബിൾ എഞ്ചിനും ഒരു ഇറിവേഴ്സിബിൾ എഞ്ചിനും ദ സെയിം ടെമ്പറേച്ചർ റിസർവോയറിനിടയ്ക്ക് കൺസിഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, T1 എന്ന് പറയുന്ന സോഴ്സ് ടെമ്പറേച്ചർ, T2 എന്ന് പറയുന്ന സിങ്ക് ടെമ്പറേച്ചർ. ഞാൻ രണ്ട് എഞ്ചിൻ അറ്റ് എ ടൈമിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഞാൻ കൺസിഡർ ചെയ്ത എഞ്ചിൻ എന്ന് പറയുന്നത്? ഒന്ന് റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനും രണ്ടാമത്തത് സാധാരണ ഒരു ഹീറ്റ് എഞ്ചിനും. ഒരു റിവേഴ്സിബിൾ എഞ്ചിനും ഒരു എന്താ പറയുക സാധാരണ എഞ്ചിനുമാണ് ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ എൻട്രോപ്പി പ്രിൻസിപ്പിളിലേക്ക് വരാൻ പറ്റുമോ? എന്താണ് ആ എൻട്രോപ്പി പ്രിൻസിപ്പിൾ, എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദിസ് ഈസ് സോഴ്സ്, ദിസ് ഈസ് സിങ്ക്. ഇത് ഒരു റിവേഴ്സിബിൾ എഞ്ചിനാണ്, ഇതൊരു സാധാരണ എഞ്ചിനാണ്. രണ്ട് എഞ്ചിനും സെയിം തെർമൽ റിസർവോയറിനിടയ്ക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ റിസർവോയർ, ഒരു റിവേഴ്സിബിൾ എഞ്ചിനും ഒരു ഇറിവേഴ്സിബിൾ എഞ്ചിനും സെയിം തെർമൽ റിസർവോയറിനടുത്ത് കണക്ട് ചെയ്തതിനെ ബേസ് ചെയ്തൊരു ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അതിനെ നമ്മൾ പറയുന്ന പേരാണ് കാർനോട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയും. സോ ഈ ഒരു ഡെറിവേഷൻ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് കാർനോട്ട് പ്രിൻസിപ്പിളിൻ്റെ ഹെൽപ്പും കൂടി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിലേക്ക് മുമ്പ് ഞാൻ ഇതിൻ്റെ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി ഒന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. എഫിഷ്യൻസി ഓഫ് സാധാരണ ഹീറ്റ് എഞ്ചിൻ, അതായത് ഇവിടുത്തെ എഫിഷ്യൻസി ഓഫ് എന്താണ്? ഒന്ന് ഇറിവേഴ്സിബിൾ എഞ്ചിൻ ആയതുകൊണ്ട് ഞാൻ ഇറിവേഴ്സിബിൾ എഫിഷ്യൻസി ഓഫ് ഇറിവേഴ്സിബിൾ എഞ്ചിൻ എന്ന് എഴുതാണ്. സോ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എഫിഷ്യൻസി നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈ എന്ന് എടുക്കാം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് ക്യൂൽ എടുക്കാം. ഇതാണ് നമ്മുടെ ഇറിവേഴ്സിബിൾ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇറിവേഴ്സിബിൾ എഞ്ചിൻ എന്ന് പറയുന്നത് മീൻസ് റിവേഴ്സിബിൾ അല്ലാത്ത എഞ്ചിൻ, സാധാരണ എഞ്ചിൻ, ഇറിവേഴ്സിബിൾ എഞ്ചിൻ. സോ Q1 ഹീറ്റ് ആണ് അവിടെ എടുക്കുന്നത്, Q2 ആണ് റിലീസ് ചെയ്യുന്നത്, W ആണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് വരും? നമുക്ക് Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ അല്ലേ, ഇങ്ങനെ എഴുതാം. Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1 എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് ഓഫ് Q2 ഡിവൈഡ് ബൈ Q1 എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? ഇതാണ് എന്ത്? ഒരു ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ്റെ എന്ത് എഫിഷ്യൻസി, ഈ ഒരു കണ്ടീഷനിൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഇതേപോലെ നമുക്ക് റിവേഴ്സിബിൾ കണ്ടീഷനിൽ എഴുതാം. ഫോർ റിവേഴ്സിബിൾ എഞ്ചിൻ വാട്ട് ഹാപ്പൻ, ഇവിടെ തന്നിരിക്കുന്നത് 1 റിവേഴ്സിബിൾ എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു R കൂടി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Q1R ആണ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ്, Q2R ആണ് എന്ത് റിലീസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? ഇറ്റ് ഈസ് 1 മൈനസ് ഓഫ് Q2R ഡിവൈഡ് ബൈ Q1R വരും. ഓക്കെ ആണല്ലോ, ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? സോ നമ്മുടെ ഇത്ര എഴുതി കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷനെ ബേസ് ചെയ്ത് നമുക്ക് കാർനോട്ട്സ് തിയറം അപ്ലൈ ചെയ്യാം. എന്താണ് കാർനോട്ട്സ് തിയറം? കാർനോട്ട്സ് തിയറത്തിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഒന്ന് ബ്രീഫ് ചെയ്ത് ഓർത്ത് വെച്ചോളൂ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാർനോട്ട് തിയറത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒരു കാർനോട്ട് തിയറത്തിൽ സെയിം ടെമ്പറേച്ചർ റിസർവോയറിനിടയ്ക്ക് കണക്ട് ചെയ്യുന്ന, എന്താണ് പറയുന്നത്? സെയിം ടെമ്പറേച്ചർ റിസർവോയറിനിടയ്ക്ക് കണക്ട് ചെയ്യുന്ന ഒരു റിവേഴ്സിബിൾ എഞ്ചിനും ഒരു ഇറിവേഴ്സിബിൾ എഞ്ചിനും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഫിഷ്യൻസി ഓഫ് റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എന്തായിരിക്കും? ഇറിവേഴ്സിബിൾ എഞ്ചിൻ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കാർനോട്ട് തിയറം. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് പറയുന്നത്? ദ എഫിഷ്യൻസി ഓഫ് റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ആൻ ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ ദ സെയിം ടെമ്പറേച്ചർ അണ്ടർ ദ സെയിം തെർമൽ റിസർവോയർ കണ്ടീഷൻ. സെയിം ടെമ്പറേച്ചർ റിസർവോയർ കണ്ടീഷൻസിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള കണ്ടീഷനാണ്, വേറെ പറയാൻ പറ്റില്ല. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഇപ്പം T1 T2 എന്ന് പറയുന്ന സെയിം ടെമ്പറേച്ചർ റിസർവോയറിനിടയ്ക്ക് കണക്ട് ചെയ്യുന്ന ഒന്നിലധികം ഹീറ്റ് എഞ്ചിൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലാം റിവേഴ്സിബിളും ആണെന്ന് വിചാരിക്കാം. എല്ലാ റിവേഴ്സിബിൾ എഞ്ചിനും സെയിം ടെമ്പറേച്ചറിനിടയിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. എഫിഷ്യൻസി ഓഫ് ഓൾ റിവേഴ്സിബിൾ എഞ്ചിൻ റിവേഴ്സിബിൾ റിവേഴ്സിബിൾ എഞ്ചിൻ എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. നമുക്കിതിൽ ഏതെടുക്കാൻ പറ്റും? നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു റിവേഴ്സിബിൾ എഞ്ചിനും ഒരു ഇറിവേഴ്സിബിൾ എഞ്ചിനുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോർ എ
ഒരു സെയിം തെർമൽ റിസർവോയറിന് ഇടയ്ക്ക് കണക്ട് ചെയ്യുന്ന റിവേഴ്സിബിൾ എഞ്ചിൻ്റെ എഫിഷ്യൻസി ആയിരിക്കും ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ആൻ എന്താണ് ഇറിവേഴ്സിബിൾ എഞ്ചിൻ. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് എഫിഷ്യൻസി ഓഫ് റിവേഴ്സിബിൾ എഞ്ചിൻ ഈസ് ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് എന്താണ് ഇറിവേഴ്സിബിൾ എഞ്ചിൻ. സോ ഇനീക്വൽ കണ്ടീഷനിലേക്ക് എത്തിച്ചു നമ്മൾ, നോട്ട് ഈക്വൽ അല്ലെ, ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സെറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ഈ ഒരു ലോ ഉപയോഗിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തരും 1 മൈനസ് ഓഫ് Q2 അല്ലെ, വാട്ട് ഈസ് റിവേഴ്സിബിൾ എന്ന് പറയുമ്പോൾ Q2R ഡിവൈഡ് ബൈ Q1R, റൈറ്റ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1 മൈനസ് ഓഫ് എന്താണ് Q2 ഡിവൈഡ് ബൈ Q1. ക്ലിയർ അല്ലേ? സോ ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഓഫ് Q2R ബൈ 1R അല്ലേ. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സിബിലിറ്റി തിരിയും എന്ത് വരും? മൈനസ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ Q2R 1 പോയി, മൈനസ് ഓഫ് മൈനസ് ക്യാൻസൽ ചെയ്യുമ്പോൾ Q2R ഡിവൈഡ് ബൈ Q1R ഈസ് ലെസ് ദാൻ വാട്ട് ഹാപ്പൻ Q2 ഡിവൈഡ് ബൈ Q1. എന്തുകൊണ്ടാണ്? മൈനസ് സിഗ്നേച്ചർ തിരിയുന്നത് കൊണ്ടാണ് കേട്ടോ, തിരിയുന്നത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, Q2R ബൈ Q1R ലെസ് ദാൻ Q2 ഡിവൈഡ് ബൈ എന്താണ് Q1. സോ ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണ് കേട്ടോ, ഈ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണ് ആണല്ലോ. ഇനി നമുക്ക് ഒരു റിവേഴ്സിബിൾ എഞ്ചിൻ്റെ കണ്ടീഷൻ എടുക്കാം. ഈ ഒരു റിവേഴ്സിബിൾ എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലേ, ഈ റിവേഴ്സിബിൾ എഞ്ചിൻ മാത്രം എടുക്കുകയാണ്, ഇതിൻ്റെ ടെമ്പറേച്ചർ T1 T2 Q1R Q2R ആണ് അല്ലേ. ഫോർ എ റിവേഴ്സിബിൾ എഞ്ചിൻ എന്താണ് നമ്മുടെ ഹീറ്റ് ടു ടെമ്പറേച്ചർ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. നമ്മൾ എഫിഷ്യൻസി ചെയ്താൽ Qന് വരെ ടെമ്പറേച്ചർ കൊടുക്കുക അല്ലേ, അതേപോലെ. അപ്പം ഒരു റിവേഴ്സിബിൾ എഞ്ചിൻ്റെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഫോർ റിവേഴ്സിബിൾ എഞ്ചിൻ നമുക്ക് എന്ത് എഴുതാം? Q2R, നോക്കിയേ, Q2R ഡിവൈഡ് ബൈ Q1R, ദ റേഷ്യോ Q2R ഡിവൈഡ് ബൈ Q1R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? T2 ഡിവൈഡ് ബൈ T1 ആണ്. T2 ഡിവൈഡ് ബൈ T1 ആണ്. നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ ഈ Q2R ഡിവൈഡ് ബൈ Q1R എന്ന് പകരം നമുക്ക് ടെമ്പറേച്ചർ റിസർവോയർ കണ്ടീഷൻ, റിസർവോയർ ടെമ്പറേച്ചർ കണ്ടീഷൻ കൊടുക്കാം. എന്ത് വരും അപ്പോൾ? T2 ഡിവൈഡ് ബൈ T1 ലെസ് ദാൻ Q2 ഡിവൈഡ് ബൈ Q1 വരും. ശരിയാണോ? Q2 ഡിവൈഡ് ബൈ Q1 വരും. ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക നോക്കിയേ, എന്താണ് വരിക? T2 ഡിവൈഡ് ബൈ T1 ലെസ് ദാൻ ഓഫ് Q2 ഡിവൈഡ് ബൈ Q1 വരും അല്ലേ. സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ എഴുതാൻ പറ്റും എന്താണ്? Q1 ബൈ T1, ഓക്കെ, ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, Q1 ബൈ T1 ലെസ് ദാൻ Q2 ബൈ T2, ഇത് ഞാൻ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? Q1 ബൈ T1 മൈനസ് ഓഫ് Q2 ഡിവൈഡ് ബൈ T2 ഈസ് ലെസ് ദാൻ 0. Q1 ബൈ T1 മൈനസ് ഓഫ് Q2 ഡിവൈഡ് ബൈ T2 ഈസ് ലെസ് ദാൻ 0 അല്ലേ. നമുക്കറിയാം ഫോർ എ സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് dq അല്ലെ, ഒരു സൈക്ലിക് ഇന്റഗ്രൽ dq ബൈ t ഇസ് എ പ്രോപ്പർട്ടി, എൻട്രോപ്പി പ്രോപ്പർട്ടി ആണല്ലോ. ഒരു സൈക്ലിക് പ്രോസസ്സിനകത്ത് എന്താണ്? dq ബൈ t അല്ലെ. ഫോർ എ സൈക്ലിക് പ്രോസസ് എന്താണ്? dq ബൈ t ഈസ് എന്താണ്? സൈക്ലിക് പ്രോസസ്. ഒരു റിവേഴ്സിബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഫോർ എ സൈക്ലിക് പ്രോസസ് dq ബൈ t ഈക്വൽ ടു എന്താണ്? 0 ആണോ. സോ ഇതിനെ നമുക്ക് ഒരു അല്ലെ ഈ ഇന്റഗ്രൽ ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് മീൻസ് Q1 മൈനസ് Q2 എന്നുള്ളതിനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയാണ്, സൈക്ലിക് അല്ലെ ഇന്റഗ്രൽ ഓഫ് എന്താണ്? dq ഡിവൈഡ് ബൈ t ലെസ് ദാൻ 0 എന്ന് കിട്ടി ആണോ. ഫോർ എ എന്ത് പ്രോസസ്? സൈക്ലിക് പ്രോസസ്. ഫോർ എ സൈക്ലിക് പ്രോസസ് ആണോ. ഫോർ എ സൈക്ലിക് പ്രോസസ് എന്ന് കിട്ടി dq ബൈ t ലെസ് ദാൻ Q1 ബൈ T1 മൈനസ് Q2 ബൈ T2നെ നമ്മൾ എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഇന്റഗ്രൽ dq ഡിവൈഡ് ബൈ t എന്നുള്ള ഫോമിലേക്ക് കിട്ടി സൈക്ലിക് പ്രോസസ്. നമുക്കറിയാം ഒരു റിവേഴ്സിബിൾ കണ്ടീഷനകത്ത് അഗെയിൻ റിവേഴ്സിബിൾ കണ്ടീഷൻ ഇക്വേറ്റ് ചെയ്യുക. ഫോർ എ റിവേഴ്സിബിൾ കണ്ടീഷൻ dq ബൈ t എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർട്ടിയാണ് അല്ലെ. ഫോർ സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് dq ബൈ t ഈക്വൽ ടു എന്താണ്? 0 ആണോ. അപ്പോൾ ഇത് നോക്കിയേ, ഈ 0ക്ക് പകരം നമുക്ക് എന്ത് കണ്ടീഷൻ ഇക്വേറ്റ് ചെയ്യാം അല്ലെ? ഇൻസ്റ്റെഡ് ഓഫ് ദിസ് 0 വാട്ട് ഈസ് ദിസ്? സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് dq ബൈ t ലെസ് ദാൻ എന്തായിരിക്കും? dq ഡിവൈഡ് ബൈ t, റിവേഴ്സിബിൾ ആണല്ലോ, റിവേഴ്സിബിൾ ടു വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ശരിയാണോ? ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ എന്ത് ഇറിവേഴ്സിബിലിറ്റി കണ്ടീഷൻ വന്നിരിക്കുന്നത്. അതായത് സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് dq ബൈ t ലെസ് ദാൻ ഓഫ് 0, ലെസ് ദാൻ ഈക്വൽ ടു 0 എന്നുള്ള ആ ഒരു കണ്ടീഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ആൻഡ് പ്രൂവ് ദാറ്റ് എന്താണ്? ദ സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് dq ബൈ t ഫോർ an irreversible process is always less than dq by t for a reversible process. ഒരു സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് സൈക്ലിക് dq by t എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് dq by t ഫോർ എ എന്താണ്? റിവേഴ്സിബിൾ പ്രോസസ്. ഇതാണ് നമ്മുടെ ക്ലോഷീസ് ഇനീക്വാളിറ്റിയിൽ എന്ത് ചെയ്യണത്? ഫംഗ്ഷനലൈസ് ചെയ്യുന്നത്, ഒരു എന്ത് ചെയ്യേണ്ടത്? ഫൈനലൈസ് ചെയ്തെടുക്കേണ്ടത് അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ ആ ഒരു കണ്ടീഷനും കൂടി നമുക്ക് നിക്കേറ്റ് ചെയ്യാം. ഇത് വെച്ച് നമുക്ക് 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്? ഫോർ എ സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് dq by t ലെസ് ദാൻ ഈക്വൽ ടു 0 ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 സിഗ്നിഫിക്കൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് dq by t ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ പ്രോസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് dq by t ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും? ദ പ്രോസസ് ഈസ് റിവേഴ്സിബിൾ.
നെക്സ്റ്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ സൈക്കിൾ ഇൻഡ് ഓഫ് dq/t ലെസ് ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും ദ സൈക്കിൾ ഈസ് ഇറിവേഴ്സിബിൾ ആൻഡ് പോസിബിൾ. ബട്ട് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 സൈക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇമ്പോസിബിൾ ആയിരിക്കും. സോ ഈ 3 കണ്ടീഷനാണ് നമ്മൾ ഇത് ജസ്റ്റിഫൈ ചെയ്യേണ്ടത്. മനസ്സിലാവല്ലോ, ഈ ഒരു 3 കണ്ടീഷനാണ് എൻട്രോപ്പി ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തത് ജസ്റ്റിഫൈ ചെയ്തത്. സോ ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മുടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത് ക്ലോഷീസ് ഇനീക്വാളിറ്റി കണ്ടീഷൻ എന്നും ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത്. ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ആ സിഗ്നിഫിക്കൻസും കൂടി എന്ത് ചെയ്യുക മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇത്ര എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രത്തിന്റെ ബേസിൽ എഴുതി ഒരു ജസ്റ്റിഫിക്കേഷൻ ഇവിടെ കൊടുക്കും. ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 7 മാർക്ക് ഇവിടുന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലത്തിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, എ ഹീറ്റ് പമ്പ് വർക്കിംഗ് ഓൺ അല്ലേ, എ ഹീറ്റ് പമ്പ് വർക്കിംഗ് ഓൺ കാർനോട്ട് സൈക്കിൾ ടേക്സ് ഇൻ ഹീറ്റ് ഫ്രം എ റിസർവോയർ അറ്റ് 10 degrees Celsius and delivers heat to a reservoir at 80 degrees Celsius. The heat pump is driven by a reversible heat engine which takes in heat from a reservoir at 1000 degrees Celsius and rejects heat to a reservoir at 80 degrees Celsius. The reversible heat engine is also drives machine that absorb 50 kilowatt. Okay, if the heat pump extract 10 kilojoules per second from 10 degrees Celsius reservoir, determine option A, first question, the rate of heat supply from the 1000 degree source, and question number B, the rate of heat rejection to the 80 degrees Celsius sink എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഒരു ഹീറ്റ് പമ്പ് 2 തെർമൽ റിസർവോറിനിടയ്ക്ക് വർക്ക് ചെയ്യുകയാണ്. അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസിനും അതുപോലെ 80 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കുള്ള ഒരു ടെമ്പറേച്ചർ കണ്ടീഷനിലാണ് അത് വർക്ക് ചെയ്യുന്നത്, ഒരു ഹീറ്റ് പമ്പ്. ഓക്കെ, ഇനി ഈ ഹീറ്റ് പമ്പ് സ്വാഭാവികം നമുക്കറിയാം, ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് ഒരു വർക്ക് അബ്സോർബിംഗ് ഡിവൈസ് ആണ് അല്ലേ. അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വർക്ക് സപ്ലൈ കൊടുക്കണം. ഇതിന് വേണ്ടിയുള്ള വർക്ക് സപ്ലൈ കൊടുക്കുന്നത് ആരാണ്? ഒരു ഹീറ്റ് എഞ്ചിനാണ് വർക്ക് കൊടുക്കുന്നത്. ഈ ഹീറ്റ് എഞ്ചിൻ ഇതേ റിസർവോയർ എന്ന് പറയുന്നുണ്ട് റിസർവോയർ 1000 ഡിഗ്രി സെൽഷ്യസിനും അതേപോലെ ഈ 80 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കുള്ള ഒരു ടെമ്പറേച്ചർ കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന ഹീറ്റ് എഞ്ചിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റ് എഞ്ചിൻ നിന്ന് കിട്ടുന്ന വർക്കിൻ്റെ ഒരു പാർട്ടാണ് എന്ത്, ഈ ഹീറ്റ് പമ്പ് റൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിന് നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 50 കിലോവാട്ട് വർക്ക് ഔട്ട്പുട്ട് വേറൊരു വർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ മെഷീൻ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അത് മീൻസ് വേറെ ഏതോ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, എഞ്ചിനല്ല ഏതൊരു ഡിവൈസ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഹീറ്റ് പമ്പ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് 10 കിലോ ജൂൾസ് പെർ സെക്കൻഡ് ആണ്. അത് 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഹീറ്റ് പമ്പ് 10 കിലോ ജൂൾസ് പെർ സെക്കൻഡ് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഹീറ്റ് സപ്ലൈ ഓഫ് ഫ്രം 1000 ഡിഗ്രി സെൽഷ്യസിൽ കണ്ടുപിടിക്കുന്ന ആരാണ്? എഞ്ചിനാണ്. സോ എഞ്ചിൻ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എത്ര, അതേപോലെ 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് റിജക്ട് ചെയ്യുന്ന ഹീറ്റ് എത്ര, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 80 ഡിഗ്രി സെൽഷ്യസ് റിജക്ട് ചെയ്ത ഹീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ സമയത്ത് പമ്പിൻ്റെയും കണ്ടുപിടിക്കേണ്ടി വരും, അതുപോലെ തന്നെ എന്തും കണ്ടുപിടിക്കേണ്ടി വരും, ഹീറ്റ് ഇതിനെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽസ് മനസ്സിലായി. നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ചെയ്യണം, ഫസ്റ്റ് വരയ്ക്കേണ്ടത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അത് പറഞ്ഞ പ്രകാരം നമുക്ക് വരയ്ക്കേണ്ടത് ഒരു ഫിഗറാണ്, ഒരു ചാർട്ടാണ് വരയ്ക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചിട്ടുണ്ട്. ഹീറ്റ് പമ്പും ഹീറ്റ് എഞ്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡയഗ്രാം എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഡയഗ്രാം വരയ്ക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് ഈ ഒരു സ്ലൈഡിൽ ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. സോ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം ഹീറ്റ് പമ്പിന്റെ കേസാണ് അല്ലേ. ഒരു ഹീറ്റ് പമ്പാണ് ഇവിടെ ആദ്യം കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഹീറ്റ് പമ്പ് വർക്ക് ചെയ്യുന്ന റിസർവോയർ എന്ന് പറയുന്നത് അവർ തന്നിട്ടുണ്ട് എത്രയാ, 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. 10 ഡിഗ്രി സെൽഷ്യസിനും 80 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ്. അപ്പോൾ ഒരു ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ലോ ടെമ്പറേച്ചറിൽ നിന്ന് അല്ലെ, റിവേഴ്സിബിൾ റെഫ്രിജറേറ്റർ തന്നെയാണ്. ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഹൈ ടെമ്പറേച്ചറിലേക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ കാര്യം ആണല്ലോ. ദാറ്റ് മീൻസ് ഇവിടെ എത്ര സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഹീറ്റ് പമ്പിനെ അപേക്ഷിച്ച് അല്ലെ, എത്ര ഹൈ ടെമ്പറേച്ചർ സെക്ഷനിലേക്ക് എത്ര സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഹീറ്റ് പമ്പിനെ അപേക്ഷിച്ച് ഇവിടുത്തെ ഡിസേർഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ അതനുസരിച്ച് വേണം ഡയഗ്രാം വരയ്ക്കാനായിട്ട്. സോ 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 10 + 273 ഇറ്റ് ഈസ് 283 കെൽവിൻ. അതായത് മുകളിലത്തെ ടെമ്പറേച്ചർ സോഴ്സ് എന്ന് പറയുന്നത് 283 കെൽവിൻ ആണ്. സോ ഈ 283 കെൽവിനിൽ നിന്ന് ഒരു ഹീറ്റ് പമ്പ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നേരെ അത് പാസ് ചെയ്യാൻ പോകുന്നത് എങ്ങോട്ടാണ്, 80 ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിലുള്ള 80 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ 80 + 273 എത്ര വരും, 353 കെൽവിൻ, 353 കെൽവിൻ റേഞ്ചിലുള്ള ഒരു സിങ്കിലേക്കാണ് അത് വരുന്നത് ആണല്ലോ. ഇനി നമുക്കറിയാം ഇത് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, വർക്ക് ഔട്ട്പുട്ട് വേണം. സോ അല്ലെ, വർക്ക് വേണം, അവിടെ നിൽക്കട്ടെ. സോ ദിസ് ഈസ് എ ഹീറ്റ് പമ്പ്. ഞാൻ പമ്പ് ആയതുകൊണ്ട് പമ്പ് പി എന്ന് കാണിക്കുന്നുണ്ട്. ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, ഇതിൽ നിന്ന് ഹീറ്റ് എത്രയോ എടുക്കുന്നുണ്ട് നമുക്കറിയില്ല, ഞാൻ നമ്പർ ഇവിടെ തൽക്കാലം കൊടുക്കുന്നില്ല. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 283 കെൽവിൻ റിസർവോയറിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് ഏകദേശം എത്രയാണ്, 10 കിലോ ജൂൾസ് പെർ സെക്കൻഡ് ആണ്. 10 കിലോ ജൂൾസ് പെർ സെക്കൻഡ് ആണ്. ഞാനിവിടെ നമ്പർ തൽക്കാലം കൊടുക്കാത്തത് മറ്റേതും കൂടി വരച്ചിട്ട് നമുക്ക് ഒരുമിച്ച് നമ്പർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം എന്തായാലും ഹീറ്റ് പമ്പിന്റെ കാര്യം ഡ്രൈവ് പറഞ്ഞു. ഇനി ഇതേ ഹീറ്റ് പമ്പ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹീറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്നുണ്ട്. ആ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് 1000 ഡിഗ്രി സെൽഷ്യസിനും
80, ദാറ്റ് മീൻസ് ദ സെയിം റിസർവ്, താഴെയുള്ള സെയിം റിസർവ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ ഡയഗ്രാം വരച്ചത് കേട്ടോ. അപ്പോൾ എന്തുവരും, ഒരു ഹീറ്റ് എഞ്ചിൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഏതാണ്, 1000 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് മീൻസ് 1000 + 273, ഇറ്റ് ഈസ് 1273. ഓക്കെ, അത്രയും കെൽവിൻ. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് എഞ്ചിൻ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ആ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് ഇറ്റ് ഈസ് Q1. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു WE എന്ന് പറയുന്ന ഒരു വർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആണല്ലോ. WE പ്രൊഡ്യൂസ് ചെയ്യുന്നു. Q2 എന്ന് പറയുന്ന ഒരു ഹീറ്റ് എന്ത് ചെയ്യുന്നു, Q2 എന്ന് പറയുന്ന ഹീറ്റ് എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. എങ്ങോട്ടേക്കാണ്, 80 ഡിഗ്രി സെൽഷ്യസ് കണ്ടീഷനിലേക്കാണ് അത് എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. 80 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് അത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, 80 ഡിഗ്രി. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്, ഈ എഞ്ചിന്റെ ഒരു വർക്ക് പാർട്ടാണ്, അല്ലെങ്കിൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഇത് റൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ ഒരു വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എത്ര 50 kW വർക്ക് വേറൊരു മെഷീൻ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർക്ക് ഓഫ് പമ്പ് കൊടുത്തതിന്, നമ്മുടെ പമ്പിന് വേണ്ട വർക്കും കഴിഞ്ഞതിന് ശേഷമുള്ള വർക്കായിരിക്കും എന്ത്, നമ്മുടെ 50 kW എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും, കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് W ടോട്ടൽ, അതിൽ സം സോർട്ട് പമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു നെറ്റ് എഫക്റ്റ് എങ്ങോട്ടും പോകുന്നുണ്ട്, വേറെ ഏതോ ഒരു മെഷീൻ, അതിന്റെ നെറ്റ് വർക്ക് എന്ന് പറയുന്നത് 50 ആണെന്ന് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റനിൽ. ദാറ്റ് ഈസ് 50. ഓക്കെ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ബാലൻസ് ഉള്ളത് നമുക്ക് Q3 ആയിരിക്കും ഇവിടെ അബ്സോർബ് ചെയ്യുന്നത്. Q4 ആണ് ഡിസൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആണല്ലോ. ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഏകദേശം ഡയഗ്രാം ക്ലിയർ ആയി. ഇനി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനിൽ നിന്നും ഒരു സൈഡിൽ നിന്ന് തുടങ്ങണം, ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങി നമുക്ക് അൺനോൺ ആയിട്ടുള്ള ടേംസുകളൊക്കെ കണ്ടുപിടിക്കണം. ഇതിലത്തെ ഹീറ്റാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. Q1 കണ്ടുപിടിക്കാനുണ്ട്, Q2 കണ്ടുപിടിക്കാനുണ്ട്, Q4 കണ്ടുപിടിക്കാനുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ആദ്യം ഏതെടുക്കാം, ഒരു ഹീറ്റ് എഞ്ചിൻ നിന്ന് തുടങ്ങാം. ഹീറ്റ് എഞ്ചിൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഇക്വേഷൻ അല്ലേ. നമുക്ക് പല ഇക്വേഷൻ ഉണ്ട്. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിന് പല ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈ എടുക്കാം അല്ലേ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q1 - Q2 ഡിവൈഡ് ബൈ Q1 എന്നെടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു Q1 - Q2 ബൈ Q1 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിവേഴ്സിബിൾ പോലെ എടുത്തു കഴിഞ്ഞാൽ, റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് എടുക്കാം, T1 - T2 ഡിവൈഡ് ബൈ T1 എന്ന് തന്നെ എടുക്കാം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതനുസരിച്ച് 1200 അല്ലേ, എഫിഷ്യൻസി ഓഫ് എഞ്ചിന് പിന്നെ പല ഇക്വേഷൻ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കാം കേട്ടോ. 1273 - 350, ഈ രണ്ട് റിസർവറിന് ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. എത്രയാണ്, 1273 1273 353 ഡിവൈഡ് ബൈ 1273 നമുക്ക് ചെയ്യുമ്പോൾ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിന്റെ വാല്യൂ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.72 72% 722 എന്ന് കിട്ടും. ഓക്കെ, അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ അതേ കണ്ടീഷനിൽ തന്നെ നമുക്ക് അവിടുത്തെ വർക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. വർക്ക് ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ എന്താണ്, എഫിഷ്യൻസി ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ്. നമുക്കിതിലെ വർക്ക് ഔട്ട്പുട്ടും അറിയില്ല, Q1 അറിയില്ല. ആകെ അറിയാവുന്നതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എഫിഷ്യൻസിയുടെ വാല്യൂ ആണ്. സോ അവിടുന്ന് തൽക്കാലം ഞാൻ എന്ത് ചെയ്തു, WE കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് അല്ലേ അവിടെ എഴുതിയിടുവാണ്, വിച്ച് ഇസ് ഈക്വൽ ടു Q1 ഇൻറ്റു എഫിഷ്യൻസി, വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ് 0.722 എന്താണ് Q1. അവിടെ നിൽക്കട്ടെ, ആവശ്യം വരും. ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറയാനായിട്ട് എന്താണ്, ഈ 50 kW കുറിച്ചാണ്. തൊട്ടടുത്ത കണ്ടീഷൻ തന്നിരിക്കുന്നത് 50 kW ആണ്, നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ആണ് അല്ലേ. ഒരു കാര്യം നമുക്കറിയാം, മൊത്തം പ്രൊഡ്യൂസ് ചെയ്ത വർക്ക് ഔട്ട്പുട്ട് W, അതിൽ നിന്ന് പമ്പ് വർക്കും പോയതിന് ശേഷമാണ് ബാക്കിയുള്ള വർക്കാണ് ആ തേർഡ് മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ WE - WP = എത്രയായിരിക്കും, 50 ആയിരിക്കും. ഓക്കെ, അത് കിലോവാട്ടിലാണ്. WE - WP എന്ന് പറയുന്നത് എത്രയായിരിക്കും, 50 kW ആയിരിക്കും. അവിടെ നിന്ന് നമുക്ക് WP എഴുതാമല്ലോ. WP വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, WE - 50 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് 0.722 Q1 - 50 എന്ന് നമുക്ക് കൊടുക്കാം. അവിടെ നിൽക്കട്ടെ, കാരണം അതിൽ ഏതെങ്കിലും അൺനോൺ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ ഹീറ്റ് എഞ്ചിൻ്റെ കണ്ടീഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് അവിടെ നമ്മൾ ഒരു കരക്കെത്തിച്ച് വെച്ചിട്ടുണ്ട് ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഹീറ്റ് പമ്പിനെ ബേസ് ചെയ്ത കാര്യങ്ങളാണ്. ഹീറ്റ് പമ്പിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഹീറ്റ് പമ്പിനെ ബേസ് നോക്കുമ്പോൾ നമുക്ക് പിന്നെ അവിടെ തന്നിരിക്കുന്നത് ഒരു Q3 വന്നിട്ടുണ്ട്, അതേപോലെ 2 ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നിട്ടുണ്ട് അല്ലേ. സോ നമ്മുടെ ഹീറ്റ് പമ്പിൻ്റെ കേസിനകത്ത് എഫിഷ്യൻസി എന്നല്ല നമ്മൾ പറയാം, നമ്മൾ അതിനെ പറയുന്ന പേര് COP എന്നാണ്. വാട്ട് ഈസ് COP? COP എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്നാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, COP ഓഫ് റെഫ്രിജറേറ്ററും COP ഓഫ് ഹീറ്റ് പമ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. COPയുടെ ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ COP എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്, ഇറ്റ് ഈസ് എ ടേം സംതിങ് റിലേറ്റഡ് വിത്ത് ദ എഫിഷ്യൻസി ഓർ എഫക്റ്റീവ്നെസ് ഓഫ് ദ പെർട്ടിക്കുലർ മെഷീൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ COPയുടെ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, അവിടുത്തെ ഡിസൈഡ് എഫക്റ്റ് ഡിവൈഡ് ബൈ ദ വർക്ക്. കാരണം വർക്ക് കൊടുത്താണ് ആ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ഡിസൈഡ് എഫക്റ്റ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വർക്കാണ് ആണല്ലോ. ഒരു ഹീറ്റ് പമ്പ് ആണെങ്കിൽ ഡിസൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയ്യുന്ന ഹീറ്റും
റെഫ്രിജറേറ്റർ ആണെങ്കിൽ ആ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഹീറ്റുമാണ് ഡിസൈഡ് എഫക്റ്റ്. അതനുസരിച്ച് ഇവിടുത്തെ ഡിസൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് COP എന്ന് പറയുന്നതാണ് Q4 ഡിവൈഡ് ബൈ WP ആണ്. ഓക്കെ, Q4 ഡിവൈഡ് ബൈ WP ആണ്. സോ ഇതേ ഫോമിൽ നമുക്ക് എഴുതാം. WP എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ നിങ്ങൾ, Q3 പ്ലസ് WP നോക്കിയേ, Q3 പ്ലസ് WP വിച്ച് ഇസ് ഈക്വൽ ടു ആണ് Q4. ഇവിടുന്ന് WP എന്ത് എഴുതാം, WP ഈക്വൽ ടു Q4 മൈനസ് Q3 എന്ന് എഴുതാം. എഴുതിക്കൂടെ, എഴുതാം അല്ലേ. സോ ഇക്വേഷൻ Q4 മൈനസ് എന്ത് വരും, Q4 ഡിവൈഡ് ബൈ Q4 മൈനസ് Q3 എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു T4 ഡിവൈഡ് ബൈ T4 മൈനസ് T3. ഈ T4 എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്, ഇത് T2 അല്ലെങ്കിൽ ഇതെന്താ T4 കൊടുക്കാം, ദിസ് ഇസ് T3. കണ്ട, ഇങ്ങനെ കൊടുക്കാം. ഈ ടെമ്പറേച്ചർ വാല്യൂ അറിയാവുന്നതുകൊണ്ട് നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ T4 ന് പകരം 353 മൈനസ് 283 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 5 സംതിങ് എന്ന് കിട്ടും. 5.04 എന്നാണ് കിട്ടുക. 5.04 ചെയ്ത് നോക്കണം കേട്ടോ. 5.04 എന്നാണ് കിട്ടുക. നോക്കിയേ, എഫിഷ്യൻസിയുടെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിട്ടുള്ള കണ്ടീഷൻ കിട്ടുമ്പോൾ COPയുടെ വാല്യൂ എപ്പോഴും പെർഫെക്റ്റ് നമ്പർ പോലെ നമുക്ക് കിട്ടും. പെർഫെക്റ്റ് നമ്പർ അല്ല, ഒരു നമ്പർ 1 2 3 4 5 6 up to 6 ഒക്കെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ നമുക്ക് അവിടെ നിന്ന് COP കിട്ടി. COP കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇതേ കണ്ടീഷൻ അല്ലേ. എന്താണ് ഇക്വേഷൻ നോക്കിയേ, COP വെച്ച് നമുക്ക് ഈ Q4 Q3 റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എന്താണ് റിലേഷൻഷിപ്പ്, ദേ ഈ ഒരു ഇക്വേഷനും COPയുടെ ഇക്വേഷനും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് Q4 വിച്ച് ഇസ് ഈക്വൽ ടു 5.04 ഇൻറ്റു എന്താണ് Q4 മൈനസ് Q3 എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ഇതിൽ Q3 നമുക്കറിയാം എത്രയാണ്, 10 കിലോ ജൂൾസ് പെർ സെക്കൻഡ്. Q3 നമുക്കറിയാം 10 കിലോ ജൂൾസ് പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ആ Q3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് Q4 കിട്ടും അല്ലേ. Q4 എത്രയാണ്, ഇറ്റ് ഈസ് 12.47 എന്ന് നമുക്ക് എത്രയും കിട്ടും, അത്രയും കിലോ ജൂൾ ആണ്. ഓക്കെ, അത്രയും കിലോ ജൂൾസ് പെർ സെക്കൻഡ് ആണ് കേട്ടോ Q4ന്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഒരു എന്ത് കിട്ടി, T353 അവിടെ 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് റിജക്ട് ചെയ്യുന്ന ഒരു ഹീറ്റ് നമുക്ക് കിട്ടി. ടോട്ടലായിട്ട് കണ്ടുപിടിക്കാം, അങ്ങനെ കണ്ടുപിടിക്കാം. അങ്ങനെ ടോട്ടൽ എന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഹീറ്റിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ Q4 നമുക്ക് കിട്ടി ഒന്നാമത്തെ. അപ്പോൾ Q3 അറിയാം, ഇപ്പോൾ Q4 അറിയാം. നോക്കിയേ, Q4 അറിയാമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നിവിടെ നോക്കണം അല്ലേ. Q4 അറിയാമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം Q4 അറിയാമെങ്കിൽ നമുക്ക് ഇനി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഈ ഇക്വേഷൻ WP ആണ്. കാരണം ഇവിടെ നോക്കിയേ, WPയുടെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, Q1 കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി നമ്മൾ WP ഈക്വൽ ടു 0.722 Q1 മൈനസ് 50 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ Q4ന്റെ വാല്യൂ നമ്മുടെ COPയുടെ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് അവിടുന്ന് WP കിട്ടും. WP ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, Q4 ഡിവൈഡ് ബൈ 5.04 ആയിരിക്കും അല്ലേ. Q4 ഡിവൈഡ് ബൈ 5.04 എന്ന് പറഞ്ഞാൽ COP കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വിൽ ഗെറ്റ് എത്ര കിട്ടും, 2.47 എന്ന് നമുക്ക് കിട്ടും. 2.47 WP, അത്രയും കിലോ വാട്ട് എന്ന് നമുക്ക് WP കിട്ടും. ഓക്കെ, സോ ഇതേ ഇക്വേഷൻ തൊട്ട് മുന്നേ നമ്മൾ ഹീറ്റ് എഞ്ചിന്റെ കണ്ടീഷൻ ഡിറൈവ് ചെയ്ത സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇക്വേഷൻ കൊടുത്തിരുന്നത്, നോക്കിയേ, WP വിച്ച് ഈസ് ഈക്വൽ ടു 0.722 Q1 മൈനസ് 50 എന്നാണ് കൊടുത്തിരുന്നത് അല്ലേ. അവിടെ WPന്റെ വാല്യൂ ഇപ്പോൾ കിട്ടി, 2.47 കിട്ടി അല്ലേ. 2.47 കിട്ടി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, Q1 കിട്ടും. Q1 എത്ര കിട്ടും, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Q1ന്റെ വാല്യൂ കിട്ടും. Q1ന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 72.6 കിലോ ജൂൾസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. 72.6 കിലോ ജൂൾസ് പെർ സെക്കൻഡ് കിട്ടും. സോ Q1ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Q2ന്റെ കണ്ടീഷനും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുത്താൽ അല്ലേ, ഏത് ഇക്വേഷനിൽ കൊടുക്കാം, നമ്മുടെ Q1 മൈനസ് WE എന്ന് പറഞ്ഞ ഇക്വേഷനിൽ കൊടുത്താൽ മതി. Q1 മൈനസ് WE എന്ന് പറഞ്ഞ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് കിട്ടും Q2 കിട്ടും. എന്താ Q2ന്റെ ഇക്വേഷൻ നോക്കിയേ, Q2 വിച്ച് ഇസ് ഈക്വൽ ടു Q1 മൈനസ് WE അല്ലേ. WE ഓൾറെഡി നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. എന്താ WE എന്ന് പറഞ്ഞാൽ, WE എന്ന് പറഞ്ഞാൽ Q1ന്റെ എഫിഷ്യൻസി ഓഫ് E ആണ്. Q1 നമുക്ക് കിട്ടി എത്രയാ, 72.6 ഇൻറ്റു എഫിഷ്യൻസി എത്രയാ, 0.722. അവിടുന്ന് WE കിട്ടി. WE കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കിട്ടും, Q1 കിട്ടും. Q1ന്റെ വാല്യൂ Q2 കിട്ടും. Q2ന്റെ വാല്യൂ എത്ര കിട്ടും, അപ്രോക്സിമേറ്റ്ലി Q2ന്റെ വാല്യൂ 20.2 കിലോ വാട്ട് എന്ന് നമുക്ക് കിട്ടും. കിലോ വാട്ട് മീൻസ് കിലോ ജൂൾസ് പെർ സെക്കൻഡ് മീൻസ് കിലോ വാട്ട്. ഓക്കെ, കിലോ വാട്ട് കിട്ടും. അപ്പോൾ എല്ലാ ഹീറ്റും നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഇത്രേ ഉള്ളൂ. എന്താണ്, രണ്ട് കണ്ടീഷൻസ് എടുത്തു, പമ്പിന്റെ ബേസ് ഇതും ഹീറ്റിന്റെ ബേസ് ഇതും. ഹീറ്റിന്റെ ബേസ് ഇത് കണ്ടുപിടിക്കാനും പോകുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു അറ്റത്തുനിന്ന് പമ്പ് നമ്മൾ സോൾവ് ചെയ്ത് വന്നു. സോൾവ് ചെയ്തിട്ട് പമ്പിന്റെ COP ഉപയോഗിച്ച് COPയുടെ ഇക്വേഷൻ മാത്രമേ നമ്മൾ റീഅറേഞ്ച് ചെയ്തുള്ളൂ. കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത് മാത്രം. പക്ഷെ ഒരു ഏരിയയിൽ നമുക്ക് ചെയ്തു വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആൻസർ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് എന്താ ചോദിച്ചിരിക്കുന്നത്, ഫസ്റ്റ് കേസ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്, ഈ നമ്മുടെ 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് റിലീസ് ചെയ്യുന്ന ഹീറ്റ്, 1000 ഡിഗ്രി സെൽഷ്യസിൽ എടുക്കുന്ന ഹീറ്റ് അത് എത്രയാണത്, Q1 ആണ് അല്ലേ. Q1 എത്ര കിട്ടി, 72.6 കിലോ ജൂൾ പെർ സെക്കൻഡ് കിട്ടി. ഇനി 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് റിജക്ട് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുമ്പോൾ അത് Q2 ആവാം, Q4 ആവാം. Q2 എത്രയാണ്, Q2 ചോദിച്ചിരിക്കുന്നത് എത്രയാണ്, Q2 കിട്ടിയത് 20.2, Q4 ആണെങ്കിൽ എത്ര ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, എത്ര 12.47 അല്ലേ. ടോട്ടൽ ചോദിക്കുകയാണെങ്കിൽ രണ്ടുകൂടെ ആഡ് ചെയ്ത് എഴുതുക. മനസ്സിലാവുന്നുണ്ടല്ലോ. സോ ഇതാണ് എന്ത്, ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ ഇതൊരു കോമ്പിനേഷൻ സിസ്റ്റമാണ്. ഹീറ്റ് എഞ്ചിനും ഹീറ്റ് പമ്പും ബേസ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ സിസ്റ്റത്തിന്റെ പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് ചെയ്യാം. ഇത് ചെയ്യാൻ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല.
എന്താണ് ഓരോ സ്റ്റെപ്പ്. അപ്പോൾ ഇതിനകത്തെ മാർക്ക് വരുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുന്നത് തന്നെ മാർക്കുണ്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നതിന്. പിന്നെ ഇതിൽ പല പല ഇക്വേഷൻസ് ഉണ്ട് കണ്ടോ, ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ എഴുതുന്നതിനൊക്കെ ഓരോ മാർക്ക് വെച്ച് കിട്ടും. ബൈ ചാൻസ് നിങ്ങളുടെ ഫൈനൽ ആൻസർ തെറ്റിപ്പോയാലും ഇക്വേഷൻസിൻ്റെ മാർക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഓരോ ഇക്വേഷനും എഴുതി ടേംസ് നോട്ട് ചെയ്ത് വെക്കാം, ഗിവൻ ഡാറ്റ മെൻഷൻ ചെയ്യുക, ദെൻ ഒരു ഓർഡറിൽ സ്റ്റെപ്പ് ചെയ്യുക. നമ്മൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഉണ്ടാക്കി വരുന്നുണ്ടാവും ഈ ഇക്വേഷൻ ആവശ്യമുണ്ട്, അത് ഇക്വേഷൻ കൊടുക്കുക. ഈ ഇക്വേഷൻ W=W-50 ആ ഒരു ഇക്വേഷനുള്ള എന്ത് ചെയ്യുക, ബോക്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഇക്വേഷൻ ആയിട്ട് കൊടുക്കുക. അങ്ങനെ ഇക്വേഷൻ മെൻഷൻ ചെയ്യാനുള്ളതിനൊക്കെ ഇക്വേഷൻ മെൻഷൻ ചെയ്ത് കൊടുക്കണം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. പറഞ്ഞാൽ മനസ്സിലായല്ലോ. സോ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. 7 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 3-ലെ ആദ്യത്തെ 2 പാർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് അടുത്തൊരു സെറ്റ് നോക്കാം. ഇതിൽ ഏതാണ് എളുപ്പം എന്നുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതാണ് എളുപ്പം, പക്ഷേ ഇക്വേഷൻ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഒരു എബിലിറ്റി അനുസരിച്ച്, നിങ്ങൾ പഠിച്ച ഒരു കണ്ടന്റ് അനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ 16A and B ആണ് സെക്കൻഡ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. എയിൽ വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ മിക്സിംഗ് ഓഫ് 2 ഫ്ലൂയിഡ്സ് വിത്ത് റെസ്പെക്ട് ടു എൻട്രോപ്പി പ്രിൻസിപ്പിൾ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എൻട്രോപ്പി പ്രിൻസിപ്പിളിന്റെ ബേസ് ആണ്. അപ്പോൾ ജസ്റ്റ് എന്താണ് എൻട്രോപ്പി എന്നുള്ള ഒരു കണ്ടീഷൻ, എന്താ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് റാൻഡംനെസ് ആണ് അല്ലേ. സോ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് റാൻഡംനെസ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാനിപ്പോൾ നമ്മൾ ആ എൻട്രോപ്പിയുടെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ ആ ചോദിച്ചിരിക്കുന്ന ചോദ്യമായിട്ടുള്ള ഒരു റിലേറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഒരു 35 ഡിഗ്രി സെൽഷ്യസ് 35 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ ചൂടാക്കി വെച്ചിരുന്ന ഒരു പർട്ടിക്കുലർ M മാസ് ഓഫ് വാട്ടർ, അതേപോലെ M1 മാസ് ഓഫ് വാട്ടർ വേറെ ഒരു 50 ഡിഗ്രി സെൽഷ്യസ് മിക്സ് ചെയ്തിരുന്നു. രണ്ട് പ്രത്യേകം ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ്. ഞാനിത് മിക്സ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ 2 ഫ്ലൂയിഡും ഞാൻ തമ്മിൽ പരസ്പരം മിക്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഇക്വിലിബ്രിയത്തിലും അതേപോലെ തന്നെ അതിൻ്റെ മോളിക്കുലർ റാൻഡംനെസ്സിന് വേരിയേഷൻ വരും. സോ അവിടെയുള്ള എൻട്രോപ്പി ചേഞ്ച് എങ്ങനെയാണ്, ഇതാണ് ആ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒരു റാൻഡംനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എൻട്രോപ്പി കൊണ്ട് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? സോ നമുക്കിവിടെ ഡിറൈവ് ചെയ്യേണ്ടത് എൻട്രോപ്പി ഓഫ് മിക്സിംഗ് എന്നുള്ള കണ്ടീഷനാണ്. അപ്പം ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എന്താണ് എൻട്രോപ്പി ഓഫ് മിക്സിംഗ് എന്നുള്ള ജസ്റ്റ് ഡെഫിനിഷൻ കൊടുക്കാം. ഓക്കെ, in thermodynamics the entropy of mixing is the increase of the total entropy. സ്വാഭാവികമായിട്ടും മിക്സ് ചെയ്യണമെങ്കിൽ 2 സെറ്റ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ടാവും അല്ലേ. ദിസ് ഇസ് എ പെർട്ടിക്കുലർ തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ, ദിസ് ഇസ് ഓൾസോ പെർട്ടിക്കുലർ തെർമൽ ഇക്വേഷൻ കണ്ടീഷൻ. ഇവർ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു റാൻഡംനെസ് കൂടുന്നത് കൊണ്ട് ഇതിന്റെ എൻട്രോപ്പി എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് അവർ പറയുന്നത് ആണല്ലോ. സോ ദ ഇൻക്രീസ് ഓഫ് ദ ടോട്ടൽ എൻട്രോപ്പി വെൻ ദ സെവറൽ ഇനീഷ്യലി സെപ്പറേറ്റഡ് സിസ്റ്റം ഓഫ് ഡിഫറെന്റ് കോമ്പോസിഷൻ, സെപ്പറേറ്റ് നമ്മൾ ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാകുന്ന ഡിഫറെന്റ് കോമ്പോസിഷൻ, ഈച്ച് ഇൻ എ തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ഇന്റർണൽ ഇക്വിലിബ്രിയം, ഓരോന്നും പ്രത്യേകം ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരുന്നു അല്ലേ. മിക്സ്ഡ് വിത്തൗട്ട് എ കെമിക്കൽ റിയാക്ഷൻ, അവിടെ കെമിക്കൽ റിയാക്ഷൻസ് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ബൈ തെർമോഡൈനാമിക് ഓപ്പറേഷൻ ഓഫ് റിമൂവൽ ഓഫ് ഇംപെർമിയബിൾ പാർട്ടീഷൻ. മിക്സ് ചെയ്യുന്ന പറയുമ്പോൾ 2 പാർട്ടീഷൻ അല്ലെ, 2 സെറ്റിൽ വെച്ചിരുന്ന സാധനം ആ പാർട്ടീഷൻ റിമൂവ് ചെയ്ത് മിക്സ് ചെയ്യുന്നു അല്ലെ. അവിടെ ഉണ്ട് അങ്ങനെയുള്ള മിക്സിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴുള്ള എൻട്രോപ്പി വേരിയേഷൻസ്. വാട്ട് കൈൻഡ് ഓഫ് വേരിയേഷൻ? ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി വേരിയേഷൻസിനെയാണ് നമ്മൾ മിക്സിംഗ് എന്ന് പറയുന്നത്, എൻട്രോപ്പി ഓഫ് മിക്സിംഗ് എന്നുള്ള കണ്ടീഷൻ പറയുന്നത്. നമുക്ക് ഇതിന്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഒരു അഡയബാറ്റിക് ആയിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് അഡയബാറ്റിക് കണ്ടെയ്നർ എടുത്തേക്കുവാണ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ കണ്ടെയ്നർ ആണല്ലോ, ഒരു കണ്ടെയ്നർ ആണ്. ആ കണ്ടെയ്നറിനെ 2 ഭാഗമായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മെംബ്രെയിൻ കൊണ്ടാണ്, ശ്രദ്ധിക്കുക. അതും എന്താണ്, ഐസൊലേറ്റഡ് മെംബ്രെയിൻ തന്നെയാണ് കേട്ടോ. ഇവർ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ കൂടി എന്താ പറയുക, യാതൊരു ഇൻട്രാക്ഷനും ഇല്ല. അത് മാത്രമല്ല ഈ വോളും അഡയബാറ്റിക് ആണ്, ദാറ്റ് മീൻ ഐസൊലേറ്റഡ് ആണ്. സിസ്റ്റത്തിൽ നിന്ന് യാതൊരുവിധ മാസ് ട്രാൻസ്ഫറോ ഹീറ്റ് ട്രാൻസ്ഫറോ അലോ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു കണ്ടെയ്നറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ആദ്യത്തിനകത്ത് സർട്ടൻ ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ട്, 2 ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ട്, ഫ്ലൂയിഡ് എ ആൻഡ് ഫ്ലൂയിഡ് ബി. ഓക്കെ, ദിസ് ഈസ് ഫ്ലൂയിഡ് എ ആൻഡ് ദിസ് ഈസ് ഫ്ലൂയിഡ് ബി. ഓക്കെ, ഫ്ലൂയിഡ് എന്റെ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് മാസ് MA, സ്പെസിഫിക് ഹീറ്റ് CA ആൻഡ് ടെമ്പറേച്ചർ ഓഫ് TA. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് സാധാരണ റിസർവോയറിലത്തെ സ്പെസിഫിക് ഹീറ്റ് എടുക്കുമ്പോൾ അത് ഇൻഫൈനൈറ്റ് സ്പെസിഫിക് ഹീറ്റ് ആണ്. ഇത് അങ്ങനെയല്ല, സ്പെസിഫിക് ഒരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ഫൈനൈറ്റ് കണ്ടീഷൻ ആണ്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ മെഷറബിൾ വാല്യൂ ആണ്. ഓക്കെ, സോ മെഷറബിൾ CA ആണ്, ഫൈനൈറ്റ് സ്പെസിഫിക് ഹീറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ MA, CA ആൻഡ് TA. അതേപോലെ വിച്ച് ഈസ് ഒരു മെംബ്രെയിൻ കൂടി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലൂയിഡ് ബി, അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് MB, CB ആൻഡ് ടെമ്പറേച്ചർ TB. ഓക്കെ, വെനവർ ഞാൻ ഈ മെംബ്രെയിൻ പതുക്കെ റിമൂവ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നതിന് മുമ്പ് പറയുകയാണ്, ഈ ഇവിടുത്തെ ടെമ്പറേച്ചർ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ TA ഈസ് മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് TB എന്ന് വിചാരിക്കും. TA ഗ്രേറ്റർ ദാൻ TB, മച്ചല്ല, ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ TA ടെമ്പറേച്ചർ കൂടുതലും TB ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, കുറവുമാണ്. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഞാൻ ഈ മെംബ്രെയിൻ റിമൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. വാട്ട് ഹാപ്പൻസ്? ഈ ഫ്ലൂയിഡുകൾ തമ്മിൽ പരസ്പരം മിക്സ് ചെയ്യും. ഈ മിക്സ് ചെയ്യുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ എൻട്രോപ്പി പ്രിൻസിപ്പിൾ ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് അല്ലേ. സോ ഈ മിക്സ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? മിക്സ് ചെയ്യുമ്പോൾ 2 കാര്യമാണ് സംഭവിക്കുക. ഈ ഹൈ ടെമ്പറേച്ചർ ഫ്ലൂയിഡ് എയിൽ ഉണ്ടായിരുന്ന ഹൈ ടെമ്പറേച്ചർ ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കുറയും.
എവിടെ വരെ കുറയും? ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, നമുക്കറിയാം ഒരു ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ വരെ കുറയും, ഒരു ഫൈനൈറ്റ് ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ വരെ കുറയും. വാട്ട് ഹാപ്പൻസ് ടു ദ ഫ്ലൂയിഡ് ബി? ഫ്ലൂയിഡ് ബിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടും. എങ്ങോട്ട് കൂടും? അതും ഈ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ. സോ ഞാൻ ആ ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചറിനെ TF എന്ന് നോട്ട് ചെയ്യുവാണ്. TA decreases to TF and TB എന്താണ്? increases to TF. ഇങ്ങനെയാണ് അവിടെ സംഭവിക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യും? ഒരു ന്യൂ ഇക്വിലിബ്രിയം കണ്ടീഷൻസിലേക്ക് മാറും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റും? മെൻഷൻ ചെയ്യാം. എന്താണ് ആ കാര്യം? ഹീറ്റ് ലോസ്, ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ലോസ്, ഓക്കെ, അല്ലെങ്കിൽ ഹീറ്റ് എനർജി ലോസ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഹീറ്റ് എനർജി ലോസ് ഫോർ ദ ഫ്ലൂയിഡ് A which is equal to heat energy loss for the fluid B ആണ്. What is the equation of heat? MCP delta T. MCP delta T. Equation of heat എന്ന് പറയുന്നത് MCP delta T ആണ് അല്ലേ? സോ ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് വരുമ്പോൾ എന്ത് വരും? MA CA delta T എന്ന് പറയുന്നത്, delta T എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് പറയുമ്പോൾ TA is higher than that of TF. TA എന്ന് TF-ലേക്ക് കുറയുവാണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ, TA മൈനസ് TF, which is equal to what happens to fluid B? അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്? ഇവിടുന്ന് ലോസ് ആവുന്ന ടെമ്പറേച്ചർ ഇവിടെ ഗെയിൻ ചെയ്യുവാണ് അല്ലേ? സോ അതുകൊണ്ടാണ് ഇവിടെ ടെമ്പറേച്ചർ എത്ര കുറയുന്നോ അത്രയും ടെമ്പറേച്ചർ ഇവിടെ കൂടുന്നത്. ദാറ്റ് മീൻസ് ലോസ് ഓഫ് എമൗണ്ട് ഓഫ് ഹീറ്റ് എത്രയാണോ ഫ്ലൂയിഡ് ബിയിൽ, അത്രയും ഹീറ്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഗെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ എനർജി ട്രാൻസ്ഫർ, എനർജി ഇക്വിലിബ്രിയം കണ്ടീഷൻ എഴുതിയേക്കുന്നത്. ഓക്കെ, സോ എന്ത് വരും? MB CB. ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് പറയുമ്പോൾ ഇവിടെ TBയും TF എടുക്കുവാണെങ്കിൽ TB കൂടിയിട്ടാണ് TF-ലേക്ക് വരുന്നത്. അപ്പോൾ TF ഈസ് ഹയർ അല്ലേ? അപ്പോൾ ഇക്വേഷൻ വരും TF മൈനസ് TB എന്നാണ് വരിക അല്ലേ? TF മൈനസ് TB എന്നാണ് വരിക. സോ ഇവിടെ നിന്ന് നമുക്ക് ആ ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലേ? സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ TF-ന് നമുക്ക് എങ്ങനെ എഴുതാം? TF ഈസ് ഈക്വൽ ടു MA CA TA പ്ലസ് MB CB TB all divided by what happened? MA CA plus എന്താണ്? MB CB എന്ന് നമുക്ക് കിട്ടും. ദിസ് ഈസ് ദ ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ ചേഞ്ച്. പറഞ്ഞാൽ മനസ്സിലായോ? ഇന്റർമീഡിയറ്റ് കണ്ടീഷനിലെ ടെമ്പറേച്ചർ വാല്യൂ ആണ് നമ്മളെ അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത്, നമ്മൾ ടെമ്പറേച്ചറിന്റെ കണ്ടീഷൻ എത്തി, മിക്സ് ചെയ്യുന്ന സമയത്തുള്ള ആ ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള ടെമ്പറേച്ചർ, അതായത് മിക്സപ്പ് ചെയ്തതിന് ശേഷമുള്ള ഫ്ലൂയിഡിന്റെ ആ പുതിയ ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിലേക്ക് നമ്മൾ എത്തി, അതിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ഓരോ സമയത്തുമുള്ള എൻട്രോപ്പി ചേഞ്ച് കണ്ടുപിടിക്കണം അല്ലെ? ഇക്വേഷൻ ഓഫ് എൻട്രോപ്പി ചേഞ്ച് നമുക്കറിയാം. എന്താണ് എൻട്രോപ്പി ചേഞ്ച്? dQ/T ആണ് അല്ലെ? സോ ഫസ്റ്റ് കേസ് എടുക്കുവാണെങ്കിൽ നോക്കിയേ, എൻട്രോപ്പി ചേഞ്ച് ഇൻ ദ കേസ് ഓഫ് എന്താണ്? ഫ്ലൂയിഡ് A എടുക്കുവാണെങ്കിൽ ഇന്റഗ്രൽ എവിടെ നിന്ന് എങ്ങോട്ടാ? TA to TF ആണ് അല്ലെ? TA to TF ആണ്, റൈറ്റ്? TA to TF ആണ്. അപ്പോൾ എന്താ വരിക? ഇന്റഗ്രൽ TF ഡിവൈഡ് ബൈ TA ഓഫ് dQ/T ആണല്ലോ. ഇന്റഗ്രൽ dQ/T വരും. അതും ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും dQ-ന് വരെ MCP delta T കൊടുക്കും അല്ലെ? ഓഫ് DT ആണല്ലോ, ഓഫ് DT ആണ്, അല്ലെങ്കിൽ dQ ഡിവൈഡ് ബൈ T അല്ലേ വന്നേക്കുന്നത്. ഓക്കെ, dQ ഡിവൈഡ് ബൈ T MCP delta T/T. DT/T എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ ലോഗ് ഓഫ് T. സോ ഇക്വേഷൻ മിക്ക എന്ത് വരും? MA CA അല്ലെ? MA CA നാച്ചുറൽ ലോഗ് ഓഫ് എന്ത് വരും? TF ഡിവൈഡ് ബൈ TA എന്നാണ് വരിക. TF ഡിവൈഡ് ബൈ TA. ഇതിന്റെ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി ആ എൻട്രോപ്പി ചേഞ്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് ലോസ് ആവുകയാണ്. ഓക്കെ, സോ ഹീറ്റ് ലോസ് ടു അനദർ ബോഡിയാണ്. സോ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ആയിരിക്കും. സിമിലർലി നമുക്ക് എൻട്രോപ്പി ചേഞ്ച് എന്തായിരിക്കും? എൻട്രോപ്പി ചേഞ്ചിന് എന്താണ്? ഫ്ലൂയിഡ് B എഴുതുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ ആൻസർ എഴുതാം. സോ MB CB നാച്ചുറൽ ലോഗ് ഓഫ് ഇറ്റ് ഈസ് TF ഡിവൈഡ് ബൈ TB എന്ന് എഴുതും. ഇത് ഞാൻ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. സോ ആ സൈൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയേക്കുന്നതാണ്. സൈൻ കറക്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എന്ന് പറയാൻ കാരണം എന്താ? അതിലേക്ക് ഹീറ്റ് വരുവാണ്, ആ ഒരു ഫ്ലൂയിഡിലേക്ക് ഹീറ്റ് ഗെയിൻ ചെയ്യുവാണ്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് കിട്ടി, ഡെൽറ്റ എസ്സയും അതായത് എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഫ്ലൂയിഡ് എയും കിട്ടി, എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഫ്ലൂയിഡ് ബിയും കിട്ടി. നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? ദ ടോട്ടൽ ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി കണ്ടുപിടിക്കണം. അതല്ലേ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണ്ടേ? അല്ലെങ്കിൽ എന്താ പറയുക, മിക്സിംഗ് ഓഫ് ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ എൻട്രോപ്പി പ്രിൻസിപ്പിൾ അനുസരിച്ച്, അക്കോർഡിംഗ് ടു എൻട്രോപ്പി പ്രിൻസിപ്പിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് എന്നാണ് എടുക്കേണ്ടത്. സോ ടോട്ടൽ എൻട്രോപ്പി അല്ലെങ്കിൽ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം പ്ലസ് എൻട്രോപ്പി ഓഫ് ദ സറൗണ്ടിങ്. ഓക്കെ, എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം പ്ലസ് എൻട്രോപ്പി ഓഫ് ദ സറൗണ്ടിങ്. ഇത് നോക്കിയേ, ഇതൊരു അഡയബാറ്റിക് ഐസൊലേറ്റഡ് കണ്ടെയ്നർ ആണ്. സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിലേക്ക് ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെ? DQ 0 ആണെങ്കിൽ എൻട്രോപ്പി ഓഫ് ദ സറൗണ്ടിങ് എന്തായിരിക്കും? എൻട്രോപ്പി ഓഫ് ദ സറൗണ്ടിങ് ഈസ് ഈക്വൽ ടു 0 ആണോ? എൻട്രോപ്പി ഓഫ് ദ സറൗണ്ടിങ് ഈസ് ഈക്വൽ ടു 0 ആണ്. പിന്നെ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എൻട്രോപ്പി ഓഫ് ദ എന്താണ്? സിസ്റ്റം ആണ്. സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? എൻട്രോപ്പി ഓഫ് സിസ്റ്റം A പ്ലസ് എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം B അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഇക്വേഷനെയും എടുത്ത് ആഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ടോട്ടൽ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ്.
ഇതാണ് ഒരു മിക്സിംഗ് പ്രിൻസിപ്പിൾ. എൻട്രോപ്പി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് എഴുതുക? മിക്സിംഗ് പ്രിൻസിപ്പിൾ എഴുതാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതിൽ TF എന്ന് നോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഏത് കൊടുത്താൽ മതി? നമ്മൾ TFന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നിർബന്ധമില്ല. ജസ്റ്റ് ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ബിക്കോസ് S and SB ആർ ഓൾറെഡി ഗിവൺ. ഇക്വേഷൻ വെച്ച് മെൻഷൻ ചെയ്യാം. എഴുതിയാൽ നല്ലതായിരിക്കും, എടുത്ത് എഴുതിയാൽ നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ. ഇത്രയും വെച്ച് നിർത്താം, നോ പ്രോബ്ലം. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇതാണ് എൻട്രോപ്പി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആണ്. ഒരു മിക്സിംഗ് പ്രിൻസിപ്പിൾ, ഇതേപോലെ തന്നെ ഫൈനൈറ്റ് ടെമ്പറേച്ചർ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്, എല്ലാം നോക്കി വെക്കണം. ഇതിലൊന്ന് ഇത് ഇവിടെ ചോദിച്ചു എന്ന് മാത്രം. ഈ എൻട്രോപ്പിനെ ബേസ് ചെയ്ത് മിക്സിംഗ് ഉണ്ട്, ഫൈനൈറ്റ് ബോഡി ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നുണ്ട്, അതുപോലെ പല കേസുകൾ വരുന്നുണ്ട്. സോ ഇതിൽ മിക്കവാറും ചോദിച്ചു വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് എന്താ? രണ്ട് ഇൻഫൈനൈറ്റ് കപ്പാസിറ്റി ഓഫ് ഫ്ലൂയിഡിനെ നമ്മൾ മിക്സ് ചെയ്യുന്ന കേസാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എൻട്രോപ്പി പ്രിൻസിപ്പിളിന്റെ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഡിക്രീസ് ഇൻ അവൈലബിൾ എനർജി എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന റീജിയൻ എന്ന് പറയുന്ന എൻട്രോപ്പിയുടെ ആപ്ലിക്കേഷൻ, എൻട്രോപ്പി കഴിഞ്ഞാൽ അവൈലബിലിറ്റി എന്ന് പറയുന്ന സെക്ഷൻ ആണ്. ഡയറക്റ്റ് ഫോമുല അപ്ലൈ ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഡിക്രീസ് ഇൻ അവൈലബിൾ എനർജി when 25 kg of water at 95 degrees Celsius mixed with 35 kg of water at 35 degrees Celsius. Okay, then the pressure being taken as constant and the temperature of the surrounding being 15 degrees Celsius. Take CP, specific heat at constant pressure of water 4.2 kilojoule per kilogram Kelvin എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? തന്നിരിക്കുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ ആ മിക്സിംഗ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള അവൈലബിൾ എനർജി ഇതിനെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് 25 കിലോഗ്രാം ഉള്ള ഒരു വാട്ടർ, അത് 95 ഡിഗ്രി സെൽഷ്യസ് 95 ഡിഗ്രി സെൽഷ്യസിൽ എടുത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് ആരുമായിട്ട്? 35 kg ഓഫ് വാട്ടർ അറ്റ് 35 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത് മിക്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസസ് ബട്ട് ദ അവൈലബിൾ എനർജി ഡിക്രീസസ്. ദെൻ വാട്ട്സ് ദ വാല്യൂ ഓഫ് ദ അവൈലബിൾ എനർജി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കിതൊന്ന് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. അവൈലബിൾ എനർജിയുടെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. ഓക്കെ, അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഗിവൺ ഡാറ്റാസ് നമുക്കൊന്ന് എഴുതാം. നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് സറൗണ്ടിങ് ടെമ്പറേച്ചർ ഞാൻ T0 എന്ന് കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് 15 ഡിഗ്രി സെൽഷ്യസ്. ഈ 15 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ചെയ്യുമ്പോൾ നമുക്ക് കെൽവിനിലേക്ക് മാറ്റി 288. ഞാൻ ഗിവൺ ഡാറ്റാസ് ഒക്കെ ഒന്ന് എഴുതുവാണ് കേട്ടോ. ഗിവൺ ഡാറ്റ ഓക്കെ, 288 കെൽവിൻ. പിന്നെ തന്നിരിക്കുന്നത് രണ്ട് ഫ്ലൂയിഡിന്റെ മാസുകളാണ്. മാസ് ഓഫ് ദ ഫസ്റ്റ് ഫ്ലൂയിഡ് M1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 25 കിലോഗ്രാം അല്ലേ? സോ അത് നമുക്ക് കൺവേർട്ട് ചെയ്യണം. 25 കിലോഗ്രാം ആണ്. ഈ 25 കിലോഗ്രാമിന്റെ ടെമ്പറേച്ചർ നമുക്ക് തന്നിരിക്കുന്നത് 95 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ M2 തന്നിരിക്കുന്നത് എത്രയാണ്? 35 കിലോഗ്രാം ആണ്. 35 കിലോഗ്രാം അതിന്റെ ടെമ്പറേച്ചർ നമുക്ക് തന്നിരിക്കുന്നത് 35 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ അല്ലേ? സോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡയറക്റ്റ് ഇക്വേഷൻ, അവൈലബിൾ എനർജിയുടെ കൺസെപ്റ്റ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്, അവൈലബിൾ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് mCp into T minus T0 okay minus of T0 of natural log of what? T divided by T0. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. അവൈലബിൾ എനർജി എന്ന ടോപ്പിക്ക് പഠിച്ചിട്ടുള്ളവർക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് നമ്മൾ ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? സോ അത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ, ഇത് മിക്സിംഗ് കണ്ടീഷനാണ് അല്ലേ? സോ ഇതിനൊരു ഇന്റർമീഡിയറ്റ്, കാരണം നമുക്കറിയാം ലോസ്, അതായത് ഫസ്റ്റ് ബോഡിക്ക് ഒരു അവൈലബിൾ എനർജി ഉണ്ടാവും. അതായത് 25 കിലോ ഓഫ് 95 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന വാട്ടറിന് ഒരു അവൈലബിൾ എനർജി ഉണ്ടാവും. അതേപോലെ 35 കിലോയിൽ എത്രയാണ് 35 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന ആ ഒരു ബോഡിക്കും അവൈലബിൾ എനർജി ഉണ്ടാവും. ഇത് രണ്ടിനെയും കൂടിയുള്ള ടോട്ടൽ അവൈലബിൾ എനർജി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുറയാനുള്ള കാരണം എന്താണ്? മിക്സ് ചെയ്യുമ്പോൾ ഇതിനെ ടെമ്പറേച്ചർ ലോവർ ചെയ്ത് വേറൊരു ഇന്റർമീഡിയറ്റ് പോയിന്റിലേക്ക് മാറുന്നുണ്ട്. സോ അവിടുത്തെ അവൈലബിൾ എനർജി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഡിക്രീസ് ഇൻ വാല്യൂ നമുക്ക് കിട്ടും അല്ലേ? അതാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? സോ നമുക്കപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇവർ തമ്മിലുള്ള മിക്സ് ചെയ്തതിന് ശേഷമുള്ള അല്ലെ ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി തൊട്ട് മുന്നേ പഠിച്ചിട്ട് ഇതെന്താണ് അല്ലേ? ഹീറ്റ് ലോസ് by the first fluid is equal to heat gained by the second fluid. എനർജി ഇക്വേഷൻ അല്ലെ, മിക്സിംഗ് ഇക്വേഷൻ ആണ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ പഠിക്കും mCp. നമ്മളിപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്ലൂയിഡിനെ M1 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ വരും മിക്സിംഗ് കണ്ടീഷനിൽ M1 CP. ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനീഷ്യലി അത് 95 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അല്ലെ? 95 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. മൈനസ് അറിയില്ല, ആ ടെമ്പറേച്ചർ ഞാൻ T എന്ന് കൊടുക്കുക, സ്മോൾ T കൊടുക്കുകയാണ് കേട്ടോ, മാറാതിരിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് T, which is equal to അറിയില്ല, ആ T എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചറിലേക്കാണ് അത് എന്ത് ചെയ്യുന്നത്? കുറയുന്നത്, മിക്സ് ചെയ്യുമ്പോൾ കുറയുന്നത്. ആ T ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതേപോലെ അടുത്തെന്ത് വരും? M2 CP എന്ത് വരും? അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ കൂടിയേക്കുവാണ്. അപ്പോൾ അത് ആദ്യം എഴുതണം. മൈനസ് എത്രയായിരുന്നു? 35 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ,
ആണല്ലോ. CP 4.2 ആണ്, കട്ട് ചെയ്ത് കളയാം. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? M1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 25ഉം M2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 35ഉം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടിയുടെ വാല്യൂ കിട്ടും. ടി എത്രയാണ്? ടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 60 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ആ ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ എത്രയാണ്? 60 ഡിഗ്രി സെൽഷ്യസ്. ഇത് അവിടെ ഇരിക്കട്ടെ, ആവശ്യം വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് ഓരോ കണ്ടീഷനാണ്. ഓരോ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ ഏതാണ്? 25 ഡിഗ്രി സെൽഷ്യസിലുള്ള 25 kg ഓഫ് വാട്ടർ. 25 kg ഓഫ് വാട്ടർ അത് ഏത് കണ്ടീഷനാണ്? 95 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുമ്പോഴുള്ള അവൈലബിൾ എനർജി നമുക്ക് കണ്ടുപിടിക്കണം. ആണല്ലോ, അവൈലബിൾ എനർജി. സറൗണ്ടിങ് ടെമ്പറേച്ചർ എത്രയാണ്? 288. ഓക്കെ, 95 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 25 kg ഓഫ് വാട്ടർ അറ്റ് 95 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എത്രയാണ് കെൽവിൻ വരുന്നത്? 368 കേട്ടോ, അത് മറക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ ഈക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്ത് വരും? അവൈലബിൾ എനർജി അറ്റ് 1 AE1 എന്ന് പറയുന്നത് ഈ കണ്ടീഷനാണ് കേട്ടോ, ഫസ്റ്റ് കണ്ടീഷൻ. അതുകൊണ്ട് അവൈലബിൾ എനർജി അറ്റ് ഫസ്റ്റ് കണ്ടീഷൻ. ഫസ്റ്റ് മിക്സ് ചെയ്യാൻ പോകുന്ന ബോഡിയുടെ അവൈലബിൾ എനർജിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇക്വേഷൻ എന്ത് വരും? M എത്രയാ? 25 into CP, it is 4.2. Okay, into T minus T0. What is the T and T0? T0 surrounding temperature. T എന്ന് പറയുന്നത് ക്ലിയർ എത്രയാണ്? നമ്മുടെ 368 ആ ഒരു പർട്ടിക്കുലർ ബോഡിയുടെ ടെമ്പറേച്ചർ. സോ ഇതെന്ത് വരും? 368 മൈനസ് എത്ര വരും? 288 മൈനസ് ഓഫ് 288 നാച്ചുറൽ ലോഗ് ഓഫ് ഇത് വരും 368 ഡിവൈഡ് ബൈ 288. എല്ലാ വാല്യൂ നമുക്കറിയാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ അവൈലബിൾ എനർജിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? അപ്രോക്സിമേറ്റ്ലി 987 എന്ന് കിട്ടും. 987.49 കിലോ ജൂൾ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണേ? ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിൽ ഉള്ള M എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്ന ഫസ്റ്റ് കേസ് എന്താണ്? 25 കിലോഗ്രാം. 25 കിലോഗ്രാം ഓഫ് വാട്ട്? 25 കിലോഗ്രാം ഓഫ് നമ്മുടെ ഏതായിരുന്നു? 25 കിലോഗ്രാം ഓഫ് ഫസ്റ്റ് ഫ്ലൂയിഡ്. അത് ഇരിക്കുന്ന ടെമ്പറേച്ചർ 95 ഡിഗ്രി സെൽഷ്യസ്. കെൽവിലേക്ക് വരുമ്പോൾ 368. സോ ടി എന്ന് പറയുന്നത് 368ഉം T0 എന്ന് പറയുന്നത് സറൗണ്ടിങ് ടെമ്പറേച്ചർ എത്രയാണ്? 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ഒരു സറൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള അവൈലബിൾ എനർജിയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 987. ഇതേപോലെ രണ്ടാമത് എടുക്കണം. ഏതായിരിക്കും? അവൈലബിൾ എനർജി 2 ഏതാണ്? 35 കിലോഗ്രാം ടു എത്രയാണ്? 35 ഡിഗ്രി സെൽഷ്യസ് കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ 35 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എത്ര വരും? അത് ഏകദേശം 308 കെൽവിൻ, 308 കെൽവിൻ. ഇതേ ഇക്വേഷൻ AE2 which is equal to 35 into 4.2 into എന്ത് വരും? 308 minus 288 minus 288 natural log of എന്ത് വരും? 308 divided by 288. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതിന്റെ വാല്യൂ AE2 അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന വാല്യൂ 97.9 എന്ന് കിട്ടും. അത്രയും കിലോ ജൂൾ. AE1 വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ് ടെമ്പറേച്ചർ, AE2 അവൈലബിൾ എനർജി ഓഫ് സെക്കൻഡ് ഫ്ലൂയിഡ് വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ് ടെമ്പറേച്ചർ. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇനി നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? ഇത് റിലീസ് ചെയ്തല്ലേ, ഇത് മിക്സ് ചെയ്തതിന് ശേഷം അത് ഇന്റർമീഡിയറ്റ് കണ്ടീഷനിലേക്ക് മാറുമെന്ന് പറഞ്ഞിരുന്നു. അത് ആക്ച്വലി എന്താണ്? ആ ഇന്റർമീഡിയറ്റിൽ പോകുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോസ് ഓഫ് അവൈലബിൾ എനർജി അല്ലേ, എത്ര അവൈലബിൾ എനർജി ലോസ് ആയതാണ് ആണല്ലോ, ലോസ് ആയ അവൈലബിൾ എനർജി. ആ ലോസ് ആയ അവൈലബിൾ എനർജി നമുക്ക് കണ്ടുപിടിക്കണം. ലോസ് ആയ അവൈലബിൾ എനർജി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലോസ് കണ്ടീഷൻ, അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 60 ഡിഗ്രി സെൽഷ്യസ് ലോസ് കണ്ടീഷൻ. സോ തേർഡ് AE3 ആണല്ലോ, AE3 അല്ലേ. അവിടുത്തെ മാസ് എന്ത് വരും? മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് M1 പ്ലസ് M2 ദാറ്റ് ഈസ് 25 പ്ലസ് 35 35 40 60 എത്ര വരും? 60 തന്നെ വരും അല്ലേ, 60 തന്നെ വരും. സോ ഇക്വേഷൻ എന്ത് വരും? MCP 60 into 4.2 into what happen? T minus T0. 60 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 333 കെൽവിൻ. 333 കെൽവിൻ. സോ 333 minus 288 സറൗണ്ടിങ് ടെമ്പറേച്ചർ അത് തന്നെ 288 മൈനസ് ഓഫ് എത്ര വരും? 288 നാച്ചുറൽ ലോഗ് ഓഫ് 333 ഡിവൈഡ് ബൈ 288. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എനർജി അവൈലബിൾ എനർജി ഓഫ് ലോസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 803.27 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. ആൻസർ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. AE3 കിട്ടി ആണല്ലോ. ദെർഫോർ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ഡിക്രീസ് ഇൻ അവൈലബിൾ എനർജി. സോ ഡിക്രീസ് ഇൻ അവൈലബിൾ എനർജി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഡിക്രീസ് ഇൻ അവൈലബിൾ എനർജി ഈസ് ഈക്വൽ ടു AE1 പ്ലസ് AE2 മൈനസ് ദിസ് AE3 ചെയ്താൽ മതി. ചെയ്യുമ്പോൾ കിട്ടും. അതായത് ഫസ്റ്റ് ഫ്ലൂയിഡിന്റെ അവൈലബിൾ എനർജി പ്ലസ്
സെക്കൻഡ് ഫ്ലൂയിഡിന് അവൈലബിൾ എനർജി മൈനസ് മിക്സ് ചെയ്യുന്ന സമയത്തുള്ള ലോസ് ചെയ്ത അവൈലബിൾ എനർജി കണ്ടുപിടിച്ചാൽ അവിടെ എത്ര അവൈലബിൾ എനർജി ഡിക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് എത്രയാണ് 987.49 പ്ലസ് 97.9 മൈനസ് 803.27 ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 281.8 കിലോ ജൂൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. 281.8 കിലോ ജൂൾ. ഇതാണ് ഡയറക്റ്റ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരൊറ്റ ഇക്വേഷനെ നമ്മൾ മൊത്തത്തിൽ ഉപയോഗിച്ചുള്ളൂ. രണ്ട് കൺസെപ്റ്റും മൊത്തം ഇക്വേഷനും. ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ഫ്ലൂയിഡിൻ്റെയും അവൈലബിൾ എനർജി കണ്ടുപിടിച്ച് നമ്മൾ ലോസ് ആയ അവൈലബിൾ എനർജി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്രീസിന് അവൈലബിൾ എനർജി കിട്ടും അല്ലേ. ഇനി ഇന്റർമീഡിയറ്റ് കണ്ടീഷൻ ഉപയോഗിക്കാൻ വേണ്ടി എനർജി ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഒറ്റ സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് മിസ്റ്റേക്ക് വരാതെ ചെയ്യാൻ, ഇക്വേഷൻ അറിയാമെങ്കിൽ മിസ്റ്റേക്ക് വരാതെ ചെയ്യാനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പത്തിൽ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 15 A and B ഫുൾ പാർട്ട് ചെയ്തു. അതുപോലെ 16 A and B മൊഡ്യൂൾ 3ൻ്റെ 2 ഫുൾ പാർട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഇത് ചോദിച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എൻട്രോപ്പി, അതുപോലെ സെക്കൻഡ് ലോ. മിക്കവാറും പ്രോബ്ലം അടുത്ത സെഷൻസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് മിക്കവാറും എന്താണ് നമ്മുടെ ഈ പറഞ്ഞ ഹീറ്റ് എഞ്ചിൻ ഹീറ്റ് പമ്പിൻ്റെ ഒക്കെ ആ ഒരു സെഷൻ്റെ കോമ്പിനേഷൻ വരുന്ന രീതിയിൽ. ഇപ്പം ഹീറ്റ് എഞ്ചിൻ തന്നെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്, ഈ ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്ററും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, അങ്ങനെ രീതിയിലുള്ള കോമ്പിനേഷൻ പ്രോബ്ലംസ് ചോദിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, സോ ആ ഒരു ഏരിയ നന്നായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ എ പാർട്ട് തന്നെ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. എന്താ നമ്മുടെ ക്ലോഷി സ്റ്റേറ്റ്മെൻറ്റും കെൽവിൻ പ്ലാൻ സ്റ്റേറ്റ്മെൻറ്റും ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തിയറി ചോദിക്കാം. ഇവിടെ ഇപ്പോൾ തിയറി ചോദിച്ചിരിക്കുന്നത് എൻട്രോപ്പിനെ ബേസ്, ക്ലോഷീസ് ഇനീക്വാളിറ്റിയും എൻട്രോപ്പി ഓഫ് മിക്സിംഗ് ഒക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത തവണ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെക്കൻഡ് ലോനെ ബേസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യാം, തിയറി ചോദിക്കാം. ഓക്കെ, എന്തായാലും തിരിച്ചും മറിച്ചും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ചോദിക്കാനുള്ളത്. അപ്പം ഈ മൊഡ്യൂൾ 3ൻ്റെ സിലബസും അതിൽ നിന്ന് ജൂലൈ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഏറ്റവും എളുപ്പമുള്ള ഭാഗം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ക്വസ്റ്റ്യൻ നല്ല വൃത്തിയായിട്ട് വായിച്ച് നോക്കുക. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം അത് അറ്റൻഡ് ചെയ്യുക മര്യാദയ്ക്ക്. അറ്റ്ലീസ്റ്റ് നല്ല ഒരു എന്താ പറയുക, കാരണം രണ്ടിന് ഈക്വലൻ മാർക്കാണ്. അപ്പോൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റും. പ്രോബ്ലം ആണെങ്കിൽ പോലും സെലക്ട് ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരെണ്ണം സെലക്ട് ചെയ്ത് നമ്മൾ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻറ്റ് അടുത്തേക്ക് പോകുമ്പോൾ ടൈം പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബെസ്റ്റ് ആ ഫുൾ ഓഫ് ടൈമിൽ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് മൊഡ്യൂൾ കിടപ്പുണ്ട്. മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 5 ഉണ്ട്. നെക്സ്റ്റ് വീഡിയോസിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ 4ൻ്റെയും മൊഡ്യൂൾ 5ൻ്റെയും സിലബസും അതിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് വരാം. എന്തായാലും തീർച്ചയായിട്ടും വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുക, അത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.